കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരന് വിട പറയുന്ന അതീവം ദുഃഖമാർന്ന സന്ദർഭമാണിത്. MT ബാക്കി വെച്ച് പോകുന്നത് ഒരു കാലത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഗ്രഹാതുര ഓർമ്മകളാണ്. ഞങ്ങളുടെ തലമുറയുടെ യൗവനകാലത്തിൻ്റെ വായനയുടെ വഴികാട്ടിയായിരുന്നു MT വാസുദേവൻ. സ്വാഭാവികമായിട്ടും ആ തലമുറയ്ക്ക് മലയാള സാഹിത്യത്തോട് ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നിക്കാൻ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് സാധിച്ചു. എഴുത്തുകാരൻ എന്നതിനോടൊപ്പം ബഹുമുഖ പ്രതിഭ എന്ന് നമ്മളെല്ലാം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ വിപുലമായ പ്രവർത്തന മേഖലയെ വലിയ തോതിൽ ബഹുമാനാദരങ്ങളോടെ കാണുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കൈവച്ച എല്ലാ മേഖലയിലും നല്ല പുണ്യം ചെയ്ത പ്രവൃത്തിയാണ് MTയുടേത്. MT സിനിമയിലേക്ക് പ്രവേശിച്ചപ്പോൾ നമുക്ക് കിട്ടിയ എല്ലാ കഥാപാത്രങ്ങൾക്കും മലയാളിയുടെ തീക്ഷ്ണമായ കരുത്തിൻ്റെ വ്യക്തിത്വം ഉണ്ടായിരുന്നു. അത് വ്യത്യസ്തങ്ങളായ മനുഷ്യ പ്രമേയങ്ങളെ അത് കൈകാര്യം ചെയ്തു. മലയാളി കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ സ്വന്തം മുഖമല്ല കണ്ടുകൊണ്ടിരുന്നത്, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ച ഭാവങ്ങളെയായിരുന്നു. ആ ഭാവങ്ങളെ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞതാണ് MTയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ വ്യക്തിപരമായി കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് കാലത്തെ വളരെ അടുത്ത ബന്ധം എനിക്ക് MTയോടുണ്ട്. തുഞ്ചൻ പറമ്പിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ഓടി നടക്കുന്ന MT എൻ്റെ എല്ലായ്പ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടു പോകുന്നതാണ്. വളരെ വലിയ സ്നേഹ വാത്സല്യങ്ങളാണ് MTയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ വലിയ ദുഃഖം വേറൊരിടത്തുണ്ട്. പിന്നെ വലിയ എഴുത്തുകാരനാണെങ്കിൽ വളരെയേറെ വായിക്കേണ്ടതുണ്ട്. ആ വായനയാകട്ടെ വിധാനങ്ങളില്ലാത്ത വായനയാവണം. ഇന്നത്തെ ലോകത്തിൻ്റെ അറിവിൻ്റെ അളവുകളെ പലതരത്തിൽ എഴുത്ത് നമുക്ക് പകർന്നു നൽകുന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ സന്ദർഭത്തിൽ. ആ നിലയിൽ വിശ്വസാഹിത്യം വായിച്ച് ആ സാഹിത്യ നന്മകളെ മലയാള സാഹിത്യത്തിന് പകർന്നു നൽകുകയും അതോടൊപ്പം കേരളത്തിൻ്റെ അനുഭവങ്ങളെ ചാലിച്ചേർക്കുകയും ചെയ്തു MT. നമുക്ക് അങ്ങനെ ഒരാൾ ഇനി ഉണ്ടാകുമോ? അത് സംശയമാണ്. എന്തായാലും വലിയ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാ മലയാളിക്കൊപ്പം ഞാൻ ദുഃഖിക്കുക.